ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭ മാതാവ് പരിശുദ്ധ ദൈവമാതാവിൻ്റെ രാജ്ഞി പദ തിരുനാൾ സന്തോഷത്തോടെ കൊണ്ടാടുകയാണ്. സ്വർലോക രാജ്ഞിയായ മറിയത്തിൻ്റെ തിരുനാളാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 23-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. സുവിശേഷത്തിൽ യേശുനാഥൻ ജനക്കൂട്ടത്തോടും ശിഷ്യന്മാരോടും പറയുകയാണ്, നിയമജ്ഞരും ഫരിസേയരും മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കൊണ്ട് അവർ പറയുന്നതൊക്കെ നിങ്ങൾ ചെയ്യണം, അനുസരിക്കണം, എന്നാൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത്. പലപ്പോഴും ഈ ഫരിസേയരെയും നിയമജ്ഞരെയും എതിർക്കുന്ന യേശുനാഥനെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം അവരോട് വ്യക്തിപരമായ ഏതെങ്കിലും ദേഷ്യമുള്ളത് കൊണ്ടോ വൈരാഗ്യമുള്ളത് കൊണ്ടോ അല്ല അവിടെ നിന്ന് പലപ്പോഴും അവരെ എതിർത്തിരുന്നത്. അവരുടെ ചില പ്രവൃത്തികളിലെ വൈരുദ്ധ്യ നിമിത്തമാണ് യേശുനാഥൻ അവരെ എതിർത്തിരുന്നത്. കാരണം അവർ പലപ്പോഴും പല മനുഷ്യർക്കും വളരെയധികം പാപഹേതുവായ മനുഷ്യരായിരുന്നു, ഉദപ്പിന് കാരണമായ മനുഷ്യരായിരുന്നു. കാരണം ഇവർ മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നവരാണ്. ആ യഹൂദർക്കിടയിലെ വളരെ വിലയുള്ള സ്ഥാനമാനങ്ങൾ വഹിച്ചിരുന്ന വ്യക്തികളാണ്. ഇവരെ കണ്ടാണ് പലപ്പോഴും പലരും പഠിച്ചിരുന്നത്. പക്ഷേ അവരുടെ പ്രവൃത്തികൾ വളരെയധികം പാപകരമായ പ്രവൃത്തികളായിരുന്നു. മറ്റു മനുഷ്യരെ ദൈവരാജ്യത്തിൽ നിന്ന് ദൂരെ അകറ്റുന്ന പ്രവൃത്തികളായിരുന്നു. പക്ഷേ അവർ പഠിപ്പിച്ചിരുന്നതാകട്ടെ തിരുവചനമാണ്. മോശ പഠിപ്പിച്ച അല്ലെങ്കിൽ മോശയിലൂടെ നൽകപ്പെട്ട നിയമങ്ങൾ അല്ലെങ്കിൽ തിരുവചനം പഠിപ്പിച്ചിരുന്നതാണ്. അതുകൊണ്ടാണ് യേശുനാഥൻ പറയുന്നത്, അവർ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം, കാരണം അവർ വചനമാണ് പറയുന്നത്, തിരുവചനത്തിലുള്ളതാണ് പറയുന്നത്. പക്ഷേ അവരുടെ പ്രവൃത്തികളാകട്ടെ അവർ തന്നെ നിർമ്മിച്ചെടുത്ത ചില നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾക്കനുസരിച്ചായിരുന്നു. അപ്പോൾ അത് മറ്റു മനുഷ്യരെ ഒത്തിരിയധികം ബുദ്ധിമുട്ടിപ്പിക്കുന്നതായിരുന്നു. ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുകയും പലപ്പോഴും മനുഷ്യ വ്യക്തികൾക്കുള്ള ആ പ്രാധാന്യം ഇല്ലാതാക്കുകയും ചെയ്ത നിയമങ്ങളായിരുന്നു. അതുകൊണ്ടാണ് യേശുനാഥൻ അവരെ എതിർത്തിരുന്നത്. അപ്പോൾ ഇവിടെയും യേശുനാഥൻ പറയുന്നത് അങ്ങനെയാണ്, അവർ പറയുന്നതല്ല ചെയ്തിരുന്നത്. അപ്പം നമ്മളോടും യേശുനാഥൻ പറയുന്നത് ഇത് തന്നെയാണ്, നമ്മുടെ വാക്കും പ്രവൃത്തിയും എപ്പോഴും ഒരുപോലെ ആയിരിക്കണം. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ മറ്റു മനുഷ്യർ ഉപദേശിക്കുന്ന നമ്മൾ അതുപോലെ ജീവിക്കാൻ കടപ്പെട്ടവരാണെന്നുള്ളതാണ്. ഇവരുടെ മറ്റൊരു പ്രത്യേകത, ഇവർ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ അനുകരിച്ചു കഴിഞ്ഞാൽ മനുഷ്യർക്ക് ദൈവരാജ്യത്തിലേക്ക് എത്താൻ പറ്റുമായിരുന്നു. കാരണം അവർ തിരുവചനങ്ങൾ പറയുന്നത് അനുസരിക്കുമ്പോൾ. പക്ഷേ ഇവർ ചെയ്തിരുന്ന പ്രവൃത്തികളാകട്ടെ ഇവരെ പോലും സ്വർഗ്ഗരാജ്യത്തിൽ എത്തിക്കാത്ത പ്രവൃത്തികളായിരുന്നു. ചില മനുഷ്യർ അങ്ങനെയാണ്, മറ്റു മനുഷ്യരെ അവർ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കാൻ അവർക്ക് ഒത്തിരി ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ സ്വന്തം കാര്യം വരുമ്പോൾ അവരവിടെ എത്തിച്ചേരില്ല, കാരണം അവരുടെ പ്രവൃത്തികളെല്ലാം പാപകരമായ പ്രവൃത്തികളാണ്. ഇത് പലപ്പോഴും അങ്ങനെയുള്ള മനുഷ്യർക്കുള്ളൊരു താക്കീത് കൂടെയാണ്. നമുക്ക് ഉപദേശിക്കാൻ 1000 നാവും, എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വഴിതെറ്റി പോകുന്നവരുമായി പോലും. ഇന്ന് വചനം നമ്മളോട് പറയുന്നത്, നമ്മൾ ആദ്യം സ്വർഗ്ഗരാജ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയുള്ള തീരുമാനങ്ങളും മാറ്റങ്ങളും ജീവിതത്തിൽ വരുത്തണം. ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ തിരുനാൾ, അവൾ സ്വർഗീയ രാജ്ഞിയാണെന്ന് സഭ നമ്മെ പഠിപ്പിക്കുകയും വിശ്വസിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. ഇത് പിയൂസ് 12-ാം പാപ്പയാണ് ഈ തിരുനാൾ 1954 സഭയിൽ സ്ഥാപിച്ചത്. മറിയത്തിൻ്റെ സ്വർഗാരോപണത്തിന് ശേഷം മറിയം സ്വർഗത്തിലെ രാജ്ഞിയായി ഉയർത്തപ്പെട്ടു എന്നാണ്. ഇത് പഴയൊരു പാരമ്പര്യ വിശ്വാസമാണ്. യഹൂദ പശ്ചാത്തലത്തിലും മറ്റ് അന്നുണ്ടായിരുന്ന രാജകീയ ഇടങ്ങളിലുമൊക്കെ ഈ അമ്മമാർക്ക് ഒത്തിരിയധികം പ്രാധാന്യം ഉണ്ടായിരുന്നു. അമ്മ റാണിമാർക്ക് അവിടെ സാധാരണ രീതിയിൽ രാജാവിൻ്റെ ഭാര്യയല്ല, രാജാവിൻ്റെ ഭാര്യയേക്കാൾ ഉപരി രാജാവിൻ്റെ അമ്മയ്ക്ക് ഈ വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്നു, രാജാവിനെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ യേശുനാഥൻ എന്നേക്കും രാജാവായി വാഴുമെന്ന് മറിയത്തോടുള്ള മാലാഖയുടെ പ്രഖ്യാപനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ യേശുനാഥൻ്റെ ജനനത്തെക്കുറിച്ച് മംഗളവാർത്ത അറിയിക്കുന്ന സമയത്ത് മാലാഖ പറഞ്ഞത് അങ്ങനെയാണ്, യേശുനാഥൻ എന്നേക്കുമുള്ള രാജാവാണ്. അപ്പോൾ ആ രാജാവ് യേശുനാഥനായി മാറുമ്പോൾ യേശുനാഥൻ്റെ അമ്മ അവൾ എന്നേക്കും രാജ്ഞിയായി മാറുകയാണ്. ഇത് മറ്റൊരു തരത്തിൽ ചിന്തിക്കുമ്പോൾ അവൾ സ്വർഗത്തിലേക്ക് എത്തിച്ചേർന്നപ്പോൾ അവൾക്ക് ലഭിച്ച സ്വർഗീയ കിരീടമാണ്. നന്മകൾ ചെയ്ത മനുഷ്യന് ദൈവം കരുതി വെക്കുന്ന ആ സ്വർഗീയ കിരീടം അവൾക്ക് ലഭിച്ചു എന്നാണ്. അവൾ അങ്ങനെ സ്വർഗത്തിൻ്റെ രാജ്ഞിയായി മാറുകയാണ്. ഈ രാജ്ഞി പദം അവൾ ഉപയോഗിച്ചത് സാധാരണക്കാരായ മനുഷ്യരെ രക്ഷാകര പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവരെ ജീവിതത്തിൽ ക്രിസ്തുവിനെ അനുകരിച്ച് ക്രിസ്തുവിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. അമ്മയുടെ മാധ്യസ്ഥ ശക്തിയുടെ അടയാളമാണ് അവളുടെ ഈ സ്വർഗീയ രാജ്ഞി പദം. അവൾ സ്വർഗീയരാജ്ഞി ആയിരിക്കുന്നത് അവൾക്ക് വേണ്ടി മാത്രമല്ല, അവൾ സ്വർഗത്തിലെത്തി എത്തിച്ചേരുകയും അവളുടെ മക്കളായ ഓരോ ക്രിസ്തു ശിഷ്യനും ഓരോ മനുഷ്യരും ക്രിസ്തുവിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി അവൾ മാധ്യസ്ഥം വഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ രാജാവിൻ്റെ സഭയിൽ അമ്മ റാണിക്കുണ്ടായിരുന്ന ആ സ്വാധീനം പോലെ ക്രിസ്തുവിനോട് സ്വാധീനമുള്ള മറിയമായി നമ്മൾ അവളെ കാണുകയാണ്. അപ്പോൾ ആ അമ്മ, നമ്മുടെ അമ്മയായ മറിയം സ്വർഗ്ഗരാജ്ഞിയായി ഇരിക്കുന്നത് നമ്മെ ഓരോരുത്തരെയും സഹായിക്കണം. അപ്പോൾ അവൾ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുകയും നമ്മളെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവളായി മാറുന്നു. അങ്ങനെ ഈ തിരുനാൾ നാം സ്വർഗോന്മുഖരായി ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നത്. മറ്റു മനുഷ്യരെ മാത്രം സ്വർഗത്തിലേക്ക് എത്തിക്കുന്നവരാകാതെ ഞാനും സ്വർഗത്തിലേക്ക് എത്തണം, എൻ്റെ ക്രിസ്തുവിനോടൊപ്പം ജീവിക്കാനുള്ള ബലം എനിക്കുണ്ടാവണം. അപ്പോൾ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ
ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ വാക്കിലും പ്രവൃത്തിയിലും ഒരുപോലെ ക്രിസ്തുവിനെ അനുകരിക്കുന്ന മനുഷ്യരായി അവനിൽ എത്തിച്ചേരാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കാം. അമ്മയുടെ വലിയ മാധ്യസ്ഥ ശക്തി അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.